നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതം അതിനപ്പുറമെന്താണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയില്ലേ? അങ്ങനെയൊരു യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെയൊക്കെ നിലനിൽപ്പിന്റെ യഥാർത്ഥ അർത്ഥമെന്താണെന്ന് ഒരു നിമിഷമൊന്ന് ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു യാത്ര. അപ്പോ നമുക്കൊരുമിച്ച് തുടങ്ങാമല്ലേ? ജീവിതം എവിടെ തീരുമോ? നമ്മളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവുമല്ലേ? നമ്മുടെ ഈ ജീവിതം, നമ്മളുണ്ടാക്കിയ ബന്ധങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ ഇതെല്ലാം വെറുതെ ഈ മണ്ണിലങ്ങ് തീർന്നു പോകുമോ? ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മരണമെന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പാണ്. അതോടെ എല്ലാം കഴിഞ്ഞു എന്നാണല്ലോ നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത്. പക്ഷേ അതൊരുപക്ഷെ ശരിയായിരിക്കില്ലെങ്കിലോ? അതൊരവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള ഒരു മാറ്റം മാത്രമാണെങ്കിലോ? ശരിക്കും നമ്മുടെ ശരീരം മണ്ണിലേക്ക് തിരിച്ചു പോകുന്നത് ഒരു അവസാനമായിട്ട് കാണേണ്ട കാര്യമില്ല. അതായത് നമ്മുടെ ആത്മാവിന് അതിന്റെ യാത്ര തുടരാൻ വേണ്ടിയുള്ള ഒരു റിലീസ് മാത്രാണിത്. ശരീരം ഇവിടെ വിട്ടിട്ട് ആത്മാവ് അതിന്റെ വലിയ യാത്ര തുടരുന്നു. അതുകൊണ്ട് ഒന്നോർക്കുക, മരണത്തിന് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. അതൊരു പരാജയമല്ല, അല്ലെങ്കിൽ നമ്മൾ കീഴടങ്ങുന്ന ഒന്നല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ തോൽപ്പിക്കാൻ മരണത്തിന് കഴിയില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ജനിച്ചത് അനന്തതയിലേക്കാണ്. നമ്മുടെ ഈ ജീവിതം, അതായത് ഈ ഭൂമിയിലെ ഈ കുറച്ചുകാലം, അതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല നമ്മുടെ അസ്തിത്വം. നമ്മൾ ജനിച്ചത് തന്നെ അതിരുകളില്ലാത്ത ഒരു വലിയ യാത്രയുടെ ഭാഗമാകാനാണ്. അപ്പോ പിന്നെ മരണത്തെ പേടിക്കുന്നതിന് പകരം നമ്മുടെ യഥാർത്ഥ വിധിയെ അങ്ങ് സ്വീകരിക്കുകയല്ലേ വേണ്ടത്? ഓക്കെ, അപ്പൊ ഈ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം, അല്ലേ? ഇത് വളരെ നിർണായകമായൊരു നിമിഷമാണ്. വിധി നിർണയത്തിന്റെ പുലരിയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഈ മഹാപുലരി എന്ന് കേൾക്കുമ്പോൾ ഒരു ശിക്ഷാവിധിയുടെ ദിവസമെന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെയല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും, പൂർണ്ണമായ സത്യം, നമ്മുടെ മുന്നിൽ വെളിവാകുന്നൊരു നിമിഷമാണത്. നമ്മൾ ചെയ്ത ഓരോ കാര്യത്തിനും നമ്മൾ തന്നെ കണക്ക് പറയേണ്ട സമയം. അവിടെയാണ് ആ സ്വയം കണക്കെടുപ്പ് വരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ മുന്നിൽ ഒരു പുസ്തകം. അതിൽ നമ്മുടെ ഓരോ വാക്കും, ഓരോ നോട്ടം പോലും, ഓരോ പ്രവൃത്തിയും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുപോലും അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവില്ല. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ വചനമാണ്: നീ നിന്റെ പുസ്തകം വായിക്കുക. ഇന്ന് നിന്റെ കണക്ക് നോക്കാൻ നീ തന്നെ മതി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിന്റെ അർത്ഥമെന്താ? ആ ദിവസം നമ്മുടെ കണക്കെടുക്കാൻ വേറെ ആരും വരില്ല. നമ്മള് തന്നെ മതി. നമ്മുടെ വിധികർത്താക്കൾ നമ്മള് തന്നെയാണ്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായും നമുക്ക് മാത്രമാണ്. പക്ഷേ ഈ കണക്കെടുപ്പെന്ന് പറയുന്നത് ഒരു ശിക്ഷയായിട്ടല്ല കാണേണ്ടത്. അതൊരു ഉണർവാണ്. ആ ഒരു ഗൗരവമുള്ള നിമിഷത്തിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു അത്ഭുതത്തിലേക്കാണ്, ഒരു പുതിയ വെളിപാടിലേക്കാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ യാത്ര അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഒരു വലിയ മാറ്റം മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മളൊക്കെ എങ്ങനെയാ ഈ ലോകത്തേക്ക് വന്നത്? ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, അല്ലേ? അതെത്ര സ്വാഭാവികമായ ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ വളരെ സ്വാഭാവികമായ ഒന്നാണ് ഭൂമിയിൽ നിന്ന് അനന്തതയിലേക്കുള്ള ഈ യാത്രയും. ഒന്ന് ആലോചിച്ചാൽ അതൊരു അടുത്ത സ്റ്റെപ്പ് മാത്രം. അതൊരു യഥാർത്ഥ ഉണർവായിരിക്കും, അല്ലേ? നമ്മുടെ ഈ ചെറിയ കാഴ്ചപ്പാടുകൾക്കൊക്കെ അപ്പുറത്തുള്ള, അതിരുകളേയില്ലാത്തൊരു വലിയ ലോകത്തേക്ക് നമ്മൾ കണ്ണു തുറക്കുന്ന ആ ഒരു നിമിഷം, അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ എത്തിച്ചേരേണ്ടിരുന്ന സ്ഥലം. അപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന് എന്താണ് ശരിക്കും അർത്ഥം? നമ്മളിവിടെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ മനസ്സിപ്പോ എന്തു പറയുന്നു? ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ നമ്മുടെ ഈ ഒരു വിശകലനം ഇവിടെ തീരെയാണ്. പക്ഷേ ഇതിനുള്ള ഉത്തരം നൽകേണ്ടത് നമ്മുടെ ബുദ്ധിയോ ലോജിക്കോ ഒന്നുമല്ല. എല്ലാ ചിന്തകൾക്കും അപ്പുറം ആഴത്തിലുള്ളൊരു ചോദ്യം മാത്രം നമ്മളിൽ ബാക്കിയാവുന്നു. ഇനി നമ്മുടെ ഹൃദയം സംസാരിക്കട്ടെ.